ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇത് നമുക്ക് സിമ്പിളായിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ, മുട്ട സുറുക്ക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാർ എടുത്ത് ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് അരി 2-3 മണിക്കൂർ കുതിർത്തിട്ട് അത് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടപ്പോൾ മുട്ട സുറുക്ക എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ കൂടെ മുട്ട ചേർക്കണമല്ലോ. അതിനുവേണ്ടി 2 മുട്ടയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം പോലെ ആവാൻ പാടില്ല, ഒരുപാട് കട്ടിക്ക് ആവാൻ പാടില്ല, ആ രീതിയിൽ. അതിലപ്പോൾ അത് നന്നായിട്ട് അരച്ചുകൊണ്ട് വന്ന് ഈ ഒരു പരുവത്തിൽ വേണം മാവ് അരയ്ക്കാൻ. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു അളവിലാണ് ഞാൻ മാവ് അരച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഇനി കുറച്ച് സാധനങ്ങളൂടെ ചേർക്കാനുണ്ട്. ഇതിലേക്ക് ഞാൻ ചെറിയൊരു കപ്പിന് 1 കപ്പ് ക്യാരറ്റ് തിരികിയത്, അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ മാവ് ഇങ്ങനെ റെഡി ചെയ്തിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയോ മട്ടൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആക്ച്വലി ഞാനാണെന്നുണ്ടെങ്കിൽ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തലേദിവസം ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിന് നല്ല ടേസ്റ്റ് എന്ന് തോന്നി, അതുകൊണ്ടാണ് അതെൻ്റെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് തിളച്ച എണ്ണയിൽ ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എണ്ണ ചൂടാവാൻ വെച്ചായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായി. അപ്പോൾ അതിലേക്ക് ഞാൻ റെഡി ചെയ്ത മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്കുണ്ടല്ലോ ഈ തിളച്ച എണ്ണ ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കണം. അതങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിങ്ങനെ മുകളിലേക്ക് പൊന്തി വരികയും ചെയ്യും. അതുപോലെ തന്നെ ആണെങ്കിൽ അകം നന്നായിട്ട് വേവുകയും ചെയ്യും. ഇത് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വേഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ തീ കുറച്ച് വെച്ച് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയപ്പോൾ ഞാനത് തിരിച്ചിട്ട് കൊടുത്തു. ഇനി നമുക്ക് ആ സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 2 സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് തന്ന ഈ സ്നാക്ക് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണും വരെ ടേക്ക് കെയർ, ബൈ, സീ യു.